സക്കീർ എന്നൊരു പ്രദേശവാസി കൂടി ഇപ്പോൾ ടെലിഫോണിലുണ്ട്. സക്കീർ, ഈ അമരവല്ലിയ സ്ഫോടന ശബ്ദം താങ്കളും കേട്ടിരുന്നു. എന്താണ് ഇപ്പോൾ താങ്കൾക്ക് നൽകാവുന്ന വിവരം? നമസ്കാരം. ഞാൻ അമ്പലയിൽ പ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ്. അത് ഇപ്പൊ ഒരു 10:15 ഇടയില് ഒരു മുഴക്കം. അത് ഇടീന്റെ ശബ്ദം എന്ന് പറയാൻ പറ്റില്ല. ഒരു ഒരു എരമ്പല്. അത് ഭൂമിക്കടിയിൽ നിന്നാണോ എന്നറിയില്ല. ഒരു ഏതാനും സെക്കൻഡ് നമുക്ക് എന്തൊരു ഇയർ ബാലൻസ് നഷ്ടപ്പെട്ട ഒരു നമുക്കൊരു ചെറിയൊരു തരിപ്പ് പോലെ വന്നു. അത് അത്ര മെയിൻറ്റെയിൻ ചെയ്തില്ല. അപ്പൊ വൈഫ് അവിടെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഈ സമയത്ത് ഇപ്പൊ ഒരു ഇടിമുഴക്കം ഇങ്ങനെ പറയുകയും ചെയ്തു. അതങ്ങ് ഒഴിവായിരുന്നത്. പിന്നെ പത്രമാധ്യമങ്ങളിൽ ഇതിൽ ഒരു ഭൂകമ്പം, ഭൂചലനം എന്ന രൂപത്തിലാണോ അനുഭവപ്പെട്ടത്? ആ രീതിയിലല്ല. ഞങ്ങൾ വയനാട്ടുകാരും കൂണിടി എന്നൊക്കെ പറയും. കൂണിടി വെട്ടുക എന്ന് പറയും. വയനാട്ടിലൊരു സ്ലാങ്ങിൽ പറയുന്നതാണ് അത്. ആ സമയത്ത് ഈ കൂണുണ്ടാകാൻ വേണ്ടി ഇടി വെട്ടു. അങ്ങനത്തെ ആ ഇടി വെട്ടുമ്പോ എല്ലാരും പറയും ഇത് കൂണിടി ആണല്ലോ എന്ന് പറയും. ഇത് കൂണിടി ആയിരുന്നോ? അല്ലല്ലോ. അല്ല, അതേപോലെ ഒരു എരമ്പല് പോലെ ഒരു ഇത് കേട്ടു. ഏതാനും സെക്കൻഡുകൾ മാത്രം. എന്തെങ്കിലും റവന്യൂ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം കിട്ടുന്നുണ്ടോ? എന്താണ് സംഭവം എന്ന് വ്യക്തതയുണ്ടോ? അല്ല, ഇപ്പൊ ഈ പത്രമാധ്യമങ്ങളിൽ നിന്ന് കണ്ട അറിവുകളാണ് കാര്യമായിട്ടുള്ളൂ. ഒരു അനുഭവപ്പെട്ടു. എനിക്കൊരു ഇയർ ബാലൻസ് നഷ്ടപ്പെട്ട ഒരു ഏതാനും സെക്കൻഡ് ഒന്നിങ്ങില്ല ഒരു ചെറിയൊരു എന്താ പറയുക ഒരു തരിപ്പ് പോലെ ഇങ്ങ് വന്നു. നമുക്കൊരു ബാലൻസ് നഷ്ടപ്പെടുന്ന പോലെയുള്ള ഒരു ഏതാനും സെക്കൻഡുകൾ. ശരി, ഈ മേഖലയിലൊക്കെ ആളുകളെ ഒഴിപ്പിക്കുകയാണോ? ഇല്ല, അവിടെ ഒഴിപ്പിക്കുക. ചില സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയെന്ന് പറഞ്ഞു. ഞാനിപ്പോ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക്. ഇത് എല്ലാവരും ഇതിന്റെ മുമ്പ് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഒരു ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഭൂമിന്റെ അടിയിൽ നിന്നാണോ എന്നുള്ള ഒരു കൃത്യത ഇല്ല.